പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ അനുസ്മരണയാണല്ലോ ഈ ദിവസം നമ്മൾ ഓർക്കുക. തൻ്റെ പരസ്യജീവിതകാലത്ത് ഒരിക്കലായി ഒരു രാജാവിന് നൽകപ്പെടുന്ന സ്വീകരണം നമ്മുടെ കർത്താവിന് ലഭിക്കുകയാണ്. വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഒരു രാജാവിനെ പോലെ യേശുവിനെ അവർ സ്വീകരിക്കുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ ആർത്തു വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രന് ഹോസാന. ഒരു രാജാവിന് നൽകപ്പെടുന്ന ഒരു വലിയ സ്വീകരണമാണ് അന്ന് ജെറൂസലേമിൽ നടന്നത്. എന്നാൽ ഈ വരവേൽപ്പിനും ഈ രാജകീയ സ്വീകരണത്തിലൂടെ ആഴമായ ഒരു സന്ദേശം നമുക്ക് നൽകപ്പെടുകയാണ്. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് ജനക്കൂട്ടം തന്നെ ഒരു രാജാവായി അവരോധിക്കുവാനായിട്ട് അത്യധികം ആഗ്രഹിച്ചു. കാരണം താൻ ചെയ്ത പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ, രോഗശാന്തി ഒക്കെ അവരെ വളരെയേറെ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ അവസരങ്ങളിലൊക്കെയും വളരെ ബോധപൂർവം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിരുന്നു. ഒരിക്കലും ജനക്കൂട്ടത്തിൻ്റെ മുഖസ്തുതിക്ക് നമ്മുടെ കർത്താവ് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയുള്ള വശീകരണങ്ങളിൽ നിന്നും വളരെ ദൂരം മാറി സഞ്ചരിച്ച ഒരു ജീവിത രീതിയാണ് യേശുവിൽ നാം കാണുക. ഇതിനോടെല്ലാം ഒരു നിശ്ചിതമായ അകലം അവിടെ പാലിച്ചിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലായി ജനക്കൂട്ടത്തിൻ്റെ ഈ ആഗ്രഹത്തിന് യേശു തമ്പുരാൻ തന്നെ വഴങ്ങിക്കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു. അതാണ് ഓശാനയുടെ ദിവസം സംഭവിച്ചത്. ഈ ഓശാന ഞായർ ദിവസം ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ക്രിസ്തീയ ശിഷ്യത്വം എന്താണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി താൻ ഒരു രാജാവായി അവരോധിക്കുവാനായിട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ്. ജീസസ് ടീച്ചസ് വാട്ട് ഈസ് ട്രൂ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ത്രൂ ദിസ് ആക്ട്. അങ്ങനെ ഒരു രാജാവായി വാഴിക്കുവാനായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും അതിലൂടെ തൻ്റെ രാജത്വം എന്താണെന്നും തൻ്റെ രാജ്യം എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും അവരെ പഠിപ്പിക്കുകയാണ്. ജീസസ് റിവീൽസ് ദ ട്രൂ നേച്ചർ ഓഫ് കിങ്ഷിപ്പ് ആൻഡ് ഹിസ് കിങ്ഡം. രാജാവായി വിളിക്കപ്പെട്ടവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ നാം ഒരു വൈരുദ്ധ്യം ഇവിടെ കാണുന്നു. രാജാവും കഴുതയും ഒരിക്കലും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമല്ല. സുവിശേഷത്തിൽ വളരെ വ്യക്തമായി നാം വായിക്കുന്നു. ഇതെല്ലാം വളരെ ഒരുക്കത്തോടെ മുൻകൂട്ടി ചെയ്ത ഒരു കാര്യമാണ്. തൻ്റെ വരവേൽപ്പിന് വേണ്ടി കഴുതക്കുട്ടിയെ ഒരുക്കി നിർത്തുവാനായിട്ട് ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ കൽപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ പറഞ്ഞയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം പ്രതീകാത്മകമായ ഒന്നാണ്. ഒരു രാജാവും കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ നാം പരിശോധിക്കുമ്പോഴൊക്കെ നാം ഇത് മനസ്സിലാക്കുന്നു. സാധാരണയായി രാജാക്കന്മാരും ചക്രവർത്തിമാരും വലിയ രഥങ്ങളിലെ, തേരുകളിലെ അല്ലെങ്കിൽ കുതിരപ്പുറത്താണ് അവർ സഞ്ചരിക്കുക. എന്നാൽ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് സഞ്ചരിച്ചതിലൂടെ നമുക്ക് വ്യക്തമായ ഒരു സന്ദേശം, അടയാളം ക്രിസ്തു നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം, കഴുതക്കുട്ടി സൗമ്യതയുടെയും ദുർബലതയുടെയും പ്രതീകമാണ്, അടയാളമാണ്.
കഴുതക്കുട്ടിയുടെ പുറത്ത് കയറുന്നതിലൂടെ യേശുവിൻ്റെ രാജ്യത്വം എന്താണെന്ന് നമ്മെ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ രാജ്യത്വം എന്താണ്? എളിമയുടെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ രാജ്യത്വമാണ്. എല്ലാം നഷ്ടപ്പെടുത്തുന്ന, ക്ഷമിക്കുന്ന, സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്ന രാജ്യത്വമാണ്. ഓശാന ഞായർ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ഈ സംഭവങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുക. യേശുവിൻ്റെ പീഡാസഹനം, ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകുന്നത്, അവസാനം ഗോകുൽത്തായിലെ കുരിശിലെ മരണം. ഏറ്റവും വലിയ വൈരുദ്ധ്യം നാം കാണുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഇവിടെ രാജാവായി അവരോധിക്കപ്പെട്ട ആൾ രാജകിരീടത്തിന് പകരം മുൾക്കിരീടം ധരിച്ച് നിൽക്കുന്നു. നഗ്നനായി കുരിശിൽ കിടക്കുന്നു. നിസ്സഹായനായി കുരിശിൽ കിടന്ന് മരിക്കുന്നു. ഈ ചിത്രമാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഓശാന ഞായർ യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വെറും സംഭവമല്ല, എന്നാൽ യേശുവിൻ്റെ ജീവിത രീതിയുടെ പ്രതിഫലനമായിരുന്നു അത്. ഓശാന ഞായർ ഒരു അടിസ്ഥാനമായ ജീവിത രീതിയാണ്. പാം സൺഡേ ഈസ് എ വേ ഓഫ് ലൈഫ്. ഓരോ ക്രിസ്ത്യാനിയും ഇതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന അതിന് വൈരുദ്ധ്യമായി നിൽക്കുന്ന പല ജീവിത രീതികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആഡംബരത്തിൻ്റെ, അധികാരത്തിൻ്റെ, ധൂർത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു ജീവിതം, അതിൻ്റെ പിന്നാലെയുള്ള ഒരു പരക്കം പാച്ചിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ നിന്നെല്ലാം ഓശാന ഞായർ വേറൊരു കാഴ്ചപ്പാടിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഓശാന ഞായർ നമ്മെ നയിക്കുന്നത് ലാളിത്യത്തിൻ്റെ, എളിമയുടെ, കരുതലിൻ്റെ, ദൈവീക പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന തലത്തിലേക്കാണ്. ഈ ജീവിത രീതി നമ്മുടെ ആന്തരിക ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒന്നാണ്. പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമ്മെ ഈ ജീവിത രീതി പ്രാപ്തമാക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾക്ക് ആഴവും അർത്ഥവും കൽപ്പിക്കപ്പെടുന്നു. ഓശാന ഞായർ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിലേക്കാണ്. എല്ലാവർക്കും നല്ല അനുഗ്രഹീതമായ ഒരു ആഴ്ച നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.